നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം. ഗുരുവായൂരിന്റെ പുഞ്ചിരി അമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടുകയാണ് 85ന്റെ നിറവിലും പുഞ്ചിരി അമ്മായി. കൊരട്ടി അമലോത്ഭവ മാതാപള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തി നിർഭരമായി. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപീകരിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നടത്തി. മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ 77ാമത് വാർഷിക ദിനാചരണം ആചരിച്ചു. നോട്രഡേം സ്കൂൾ വെട്ടിക്കുടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റിലെടുക്കാൻ പോകുന്നതിനിടെയാണ് സംഭവം. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി. മരം വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ചൂണ്ടാൽ മരത്തങ്കോട് റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. ഗുരുവായൂരിന്റെ പുഞ്ചിരി അമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടുകയാണ് 85ന്റെ നിറവിലും പുഞ്ചിരി അമ്മായി. ഗുരുവായൂരിന്റെ സ്നേഹമണ്ണിലെത്തിയത് ഒരു കൈയിൽ തൂക്കുപാത്രവും മറുകൈയിൽ കുഞ്ഞിക്കുടയും പുറത്തൊരു സ്കൂൾ ബാഗും തൂക്കി. ക്ഷേത്ര നഗരിയുടെ വീതികളിലൂടെയുള്ള ആ നടത്തത്തിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് പുഞ്ചിരി അമ്മായി എന്ന പേര് സമ്മാനിച്ചത്. ഭർത്താവ് ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞടക്കം 4 മക്കളുമായാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തുന്നത്. തെരുവ് ജീവിതത്തിലൂടെ മക്കളെ വളർത്തി വലുതാക്കി ഒട്ടേറെ യാതനകളിലൂടെയാണ് ഈ കാലം കടന്നുപോയതെന്ന് ഇവർ പറയുന്നു. 2 തവണ വാഹന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലായി എങ്കിലും തളർന്നില്ല. കോവിഡിന് ശേഷം 2ാമത്തെ മകൻ ഷെൽവനൊപ്പം പഴമ്പാലക്കോടുള്ള 5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസം. 3 വർഷം മുൻപ് ഷെൽവൻ മരിച്ചതോടെ ഇവർ മാനസികമായി തളർന്നു. ഒറ്റപ്പെടലിന്റെ നോവറിയാതിരിക്കാൻ ഇവർ ആഴ്ചയിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് വണ്ടി കയറും. വീടുകൾ കയറിയിറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. കാണുന്നവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരി വിരിക്കുന്ന പുഞ്ചിരി അമ്മായി എന്നും ഗുരുവായൂരിന് പ്രിയങ്കരിയാണ്. കൊരട്ടി അമലോത്ഭവ മാതാ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തി നിർഭരമായി. രാവിലെ മുതൽ രാത്രി 11 വരെ നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ഭക്തരാണ് നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയത്. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി ദിവ്യബലിയും അനുബന്ധ പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിബിൻ ജോസ് കൂളിയത്ത് നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. കുട്ടികളുടെ ചോറൂട്ടിനും നിരവധി പേരാണ് എത്തിയത്. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ മാർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികനായി. വർഷത്തിലൊരിക്കൽ മാത്രം ദേവാലയത്തിൽ നിന്ന് പുറത്തിറക്കാറുള്ള തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന പ്രദക്ഷിണത്തിലും വിശ്വാസികളുടെ വൻ പങ്കാളിത്തമുണ്ടായി. 1.5 ലക്ഷം പേർക്കൊരുക്കിയ നേർച്ച സദ്യ വിതരണം രാത്രി 11 വരെ നീണ്ടു. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപീകരിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി നിർവഹിച്ചു. സ്കൂളിൽ പുതുക്കാട് പോലീസ് സ്ഥാപിക്കുന്ന സ്കൂൾ കംപ്ലൈന്റ് ബോക്സിന്റെ ഉദ്ഘാടനം പുതുക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം മഹേന്ദ്രസിംഹൻ നിർവഹിച്ചു. സ്കൂൾ കുട്ടികൾക്ക് അവർ നേരിടുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ചും പോലീസിലേക്ക് പരാതികൾ രഹസ്യമായി നൽകുന്നതിന് വേണ്ടി സ്കൂളിൽ സ്ഥാപിക്കുന്നതാണ് പോലീസ് കംപ്ലൈന്റ് ബോക്സ്.
അളഗപ്പ നഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, പുതുക്കാട് സബ് ഇൻസ്പെക്ടർ എച്ച് ഫിറോസ്, PTA പ്രസിഡന്റ് NS ശാലിനി, വിദ്യാലയ വികസന സമിതി ചെയർമാൻ K ശേഖരൻ, OSA പ്രസിഡന്റ് ടോണി സേവ്യർ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സിനി M കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ SK മദനചന്ദ്രൻ സ്വാഗതവും കൺവീനർ UK രാജു നന്ദിയും രേഖപ്പെടുത്തി. പരിപാടികൾക്ക് അധ്യാപകരായ മഞ്ജുഷ മാത്യു, MB സജീഷ് എന്നിവർ നേതൃത്വം നൽകി. മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. 25ഓളം കുട്ടികൾ സരസ്വതി ദേവിക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ സ്കൂൾ കാലഘട്ടത്തിന് ആരംഭം കുറിച്ചത്. ചാലക്കുടി കോസ്മോസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB അരുൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപിക രോഷ്നി CM, ജഗദ്ഗുരു ട്രസ്റ്റ് ഡയറക്ടർ V രാധാകൃഷ്ണൻ, സ്കൂൾ വിദ്യാലയ സമിതി രക്ഷാധികാരി V വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MB, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM, മാതൃസമിതി പ്രസിഡന്റ് വിജി ജിബേഷ്, വൈസ് പ്രസിഡന്റ് സൗമ്യ ജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ 77ാമത് വാർഷിക ദിനാചരണം ആചരിച്ചു. CPIM കോടശ്ശേരി ലോക്കൽ കമ്മിറ്റി, കർഷക സംഘം കോടശ്ശേരി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മേട്ടിപ്പാടത്ത് ദിനാചരണം ആചരിച്ചത്. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TR ബാബു അധ്യക്ഷനായി. EA ജയതിലകൻ, CK ശശി, ശകുന്തള വത്സൻ, KV ബാബു, MA ജോസ്, VS ചന്ദ്രദാസ്, PV സുന്ദർ രാജ് എന്നിവർ സംസാരിച്ചു. നോട്രേഡേം സ്കൂൾ വെട്ടിക്കുഴിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജൂലി SND അധ്യക്ഷയായി. PTA പ്രസിഡന്റ് ദിലീപ് ദിവാകരൻ, വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ആജാടാൻ, സെക്രട്ടറി ആശ ലിംസൺ, മാനേജർ സിസ്റ്റർ സത്യ SND എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഏറ്റവും കരുത്താർന്ന കുടുംബവും സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 75 രൂപ കൂടി ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം. ഗുരുവായൂരിന്റെ പുഞ്ചിരി അമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടുകയാണ് 85ന്റെ നിറവിലും പുഞ്ചിരി അമ്മായി. കൊരട്ടി അമലോത്ഭവ മാതാ പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുനേർച്ച തിരുനാൾ ഭക്തി നിർഭരമായി. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രൂപീകരിച്ച സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നടത്തി. മേലൂർ പൂലാനി വിഷ്ണുപുരം ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ചാലക്കുടി പരിയാരം കർഷക സമരത്തിന്റെ 77ാമത് വാർഷിക ദിനാചരണം ആചരിച്ചു.
നോട്രഡെയിം സ്കൂൾ വെട്ടിക്കുടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.